എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല ചൂട് ഇഡലിയും സാമ്പാറുമാണ് കേട്ടോ. അപ്പോൾ പരിപ്പൊന്നും ചേർക്കാത്ത നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ഇഡലി ദോശ ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റാവുന്ന സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സവാള ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 3-4 വെളുത്തുള്ളി അതോടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3-4 പച്ചമുളക്, ഒരു വലിയ തക്കാളി 1-2 എടുക്കാം കേട്ടോ. അപ്പോൾ 2 വലിയ തക്കാളി പഴുത്തതാണ് കേട്ടോ, അതും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് വെള്ളം, ഒരു 2 കപ്പ് വെള്ളമെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് കായം, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിലടുപ്പിച്ചെടുക്കണം. അപ്പോൾ വിസിലൊക്കെ പോയി തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് പച്ചക്കറി അല്ല കേട്ടോ, സവാളയും തക്കാളിയൊക്കെ. അപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് ഗ്രേവി ഉണ്ടാവും, ചാറ്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതിങ്ങനെ ഒരു മാഷർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചിട്ട് അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു കടായി വെച്ചെടുക്കാം. ഇനി ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കട്ടയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചൂടായി കഴിയുമ്പോൾ കുറച്ച് നമ്മുടെ കടുകും ഉലുവയും 1/2 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളകും കറിവേപ്പിലയും. അത് പൊട്ടിയതിന് ശേഷം നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഉടച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും സവാളയൊക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ വെള്ളവും കൂടി ചേർത്തെടുക്കും. പിന്നെ കുക്കറിൽ ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണം. തിളച്ചതിന് ശേഷം നമ്മൾ 3-4 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക വേവാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ, 2 തള ഇളയ്ക്കുമ്പോഴത്തേനും വെണ്ടയ്ക്ക വേകും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ സാമ്പാർ പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. 2 വലിയ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെ ഒന്നും ചേർക്കണില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത സാമ്പാർ പൊടിയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് 2 സ്പൂൺ കടലപ്പൊടിയാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. അതൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. ഇത് ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയാൽ മതി. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് കൊത്തമല്ലിയും കൂടി ഇതിൽ ചേർത്തെടുക്കുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ. അപ്പോൾ പരിപ്പില്ലെങ്കിലും നല്ല കുറുകിയ സാമ്പാറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ സൂപ്പറല്ലേ. ഇനിയിപ്പോൾ ചൂട് ഇഡലിയും ഈ ഒരു സാമ്പാറും കൂട്ടി കഴിക്കണം. എന്താ ടേസ്റ്റ്. അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.